ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നൊരു ഹെയർ ബ്രോച്ചാണ്. വളരെ ഈസി ആയിട്ട് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ, അത്രയ്ക്ക് ഈസിയാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഫെൽറ്റ് ഷീറ്റാണ് എടുത്തത്. അപ്പോൾ അത് സെൻറ്ററിൽ വെച്ചിരിക്കുന്ന ആ ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെൽറ്റ് ഷീറ്റിൽ നമ്മുടെ ഗ്ലൂ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഗോൾഡൻ കളർ ബീഡ്സ് ഞാനതിങ്ങനെ പല കളറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിനനുസരിച്ച് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനത് ആ ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത്. ആ ഗോൾഡൻ കളറിനനുസരിച്ചുള്ള ആ ബീഡ്സ് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ചെയ്തു. എന്നിട്ട് സെൻറ്ററിലേക്ക് ഞാൻ ഡയമണ്ട് സ്റ്റോണും കൊടുത്തു. ഇത്രയേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് അതെല്ലാം ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് അറേഞ്ച് ചെയ്ത് കറക്റ്റ് അതിനെ എല്ലാം ഒരേ ഓർഡറിലാക്കി എടുക്കുക. അതിനുശേഷം കാരണം സെൻറ്ററിൽ നമ്മളത് വെക്കുമ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ഇരിക്കണമെന്നില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് കൃത്യമാക്കിയതിന് ശേഷം സെൻറ്ററിൽ നമ്മൾ അവസാനം ഗമ്മൂടെ അപ്ലൈ ചെയ്തിട്ട് വേണം ആ സ്റ്റോൺ വെക്കാൻ സെൻറ്ററിൽ വെക്കുന്ന. ഇനി അവിടെ ഒരു പേള് വെച്ചാലും മതി. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ചെയ്യാം. അതിനുശേഷം ഞാനതിനെ കട്ട് ചെയ്തെടുത്തു. ഓക്കെ, ഇത് ശരിക്കും ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫെൽറ്റ് ഷീറ്റ് എടുക്കും. അതിലേക്ക് എനിക്ക് എത്ര എണ്ണം വേണം അതിനനുസരിച്ച് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഗം അപ്ലൈ ചെയ്ത് ഒരുമിച്ച് ചെയ്തെടുത്ത് കട്ട് ചെയ്യും. ശരിക്കും എളുപ്പം നമുക്ക് സർക്കിൾ ഷേപ്പിൽ ചെറിയ ചെറിയ ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ ഗം അപ്ലൈ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. രണ്ടും എളുപ്പമാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. അടുത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 0.5 ഒയറാണ്. 0.5 കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഇച്ചിരി തിക്നെസ്സും ഉണ്ട്. അത് നമ്മുടെ കയ്യിൽ കൊണ്ടുകഴിഞ്ഞാൽ നന്നായിട്ട് മുറിയും. അപ്പോൾ എത്ര ലെങ്തിലാണ് എടുക്കുന്നത്, നമ്മൾ ബ്രൂച്ച് ചെയ്യുമ്പോൾ കുറച്ച് ലെങ്ത് കൂട്ടിയെടുക്കുക. ഞാൻ എടുത്ത ലെങ്ത് കുറഞ്ഞു പോയി. അത് ശരിക്കും എനിക്ക് അവസാനം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എടുക്കുന്ന ലെങ്ത് നേരെ അതിൻ്റെ പകുതി എടുക്കുക. സെൻറ്ററിലേക്ക് ഒരു ബീഡ് ഇടുക, അതിനെ ട്വിസ്റ്റ് ചെയ്യുക. അതിന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം സൈഡിലേക്ക് രണ്ട് സൈഡിലും നമ്മൾ രണ്ടായിട്ട് മടക്കുമ്പോൾ 2 വയറുണ്ടല്ലോ, ആ 2 സൈഡിലേക്കും ഓരോ ബീഡ്സ് ഇട്ട് അതിനെ രണ്ടിനെയും ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ 2 സൈഡിലും ട്വിസ്റ്റ് ചെയ്ത് ബീഡ്സ് കഴിഞ്ഞതിന് ശേഷം സെൻറ്റർ ഒന്നും കൂടെ 2 വയറും ഒരുമിച്ച് സെൻറ്ററിൽ വെച്ചിരിക്കുന്ന 2 വയറും ഒരുമിച്ച് ഒന്ന് ട്വിസ്റ്റ് നമ്മൾ ഒന്ന് കൗണ്ട് ചെയ്ത് ചെയ്താലും മതി ആദ്യമൊക്കെ. അതിനുശേഷം 2 സൈഡിലേക്ക് വീണ്ടും ഒരുപോലെ. അപ്പോൾ ഞാൻ ഇത് മൂന്ന് ലെങ്തിലാണ് എടുത്ത് രണ്ടെണ്ണം ഒരേ ലെങ്തിലും സെൻറ്റർ കുറച്ച് വലുതായിട്ടും. സെൻറ്ററിൽ വയ്ക്കുന്നത് കുറച്ച് ലെങ്ത് വേണം, 2 സൈഡിലത് കുറച്ചുകൂടെ ലെങ്ത് കുറച്ച്. അതിന് ബീഡ്സിൻ്റെ കൗണ്ട് കൂട്ടിയാലും മതി. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. കാരണം ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. ഇതിലൊന്നുമില്ല കാണാം, പക്ഷെ ഭയങ്കര ഭംഗിയാണ്. നമ്മൾ ഹെയറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. ഭയങ്കര ഒരു പാർട്ടി വെയറിനൊക്കെ പോകുമ്പോൾ ഒരു സ്റ്റൈലിഷ് ലുക്കൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ നമുക്കിത് ഒത്തിരി ക്യാഷ് കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം ഇപ്പോൾ എത്ര അക്സസറീസ് ഉപയോഗിച്ചാണ് ഞാൻ ചെയ്തതെന്ന്. അപ്പോൾ ഞാൻ ബ്രോച്ച് ചെയ്യാനായിട്ട് ആ കോമ്പിലേക്ക് ആദ്യം 3 എണ്ണം. അപ്പോൾ 3 എണ്ണം വെച്ച് നോക്കി. അപ്പോൾ എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് ഞാൻ നോക്കി. അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞു, ഞാൻ എടുത്ത വയറിൻ്റെ ലെങ്ത് കുറഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ എനിക്കതിൽ ചുറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അത് കൂട്ടിയെടുക്കുക. അപ്പോൾ എപ്പോഴും സൈഡ് 2 ഫിക്സ് ചെയ്തിട്ട് സെൻറ്റർ വയ്ക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. ഞാൻ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി ചെയ്യാനായിട്ട്, കാരണം ലെങ്ത് കുറവായിരുന്നു എനിക്ക്. അതിനുശേഷം നന്നായിട്ട് നമ്മുടെ ആ വയറില്ലേ, ബാലൻസ് വന്ന വയറിന് ഈ കോമ്പിൻ്റെ ഇടയിൽ കൂടെ നന്നായിട്ട് ചുറ്റിയെടുക്കുക. നന്നായിട്ട് ചുറ്റുമ്പോൾ നന്നായിട്ട് ടൈറ്റായിരിക്കും. അങ്ങനെയാണ് ശരിക്കും ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അടുത്ത സെൻറ്ററിൽ ഫ്ലവർ വേണമെങ്കിൽ ഫ്ലവർ വയ്ക്കാം. അങ്ങനെ ഞാനത് അവസാനം ഇത് 2 ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് പേസ്റ്റ് ചെയ്യുക ചെയ്തത്. ഇനി നമുക്ക് ടിയാര ഫ്ലവറോ വേറെ പല ഫ്ലവറും നമുക്ക് കിട്ടും. അത് നമുക്ക് കോർത്ത് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ബിഗിനേഴ്സിനൊക്കെ വളരെ ബുദ്ധിമുട്ടില്ലാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. കണ്ടില്ലേ, സെൻറ്ററിൽ അത് പേസ്റ്റ് ചെയ്തു അവസാനം. അപ്പോൾ വളരെ എളുപ്പമാണ്, ഭയങ്കര രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട്. അപ്പോൾ ഇത് പല കളർ കോമ്പിനേഷനിൽ നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.